മലയാളത്തിൽ അന്നോളം ഇന്നോളം ഇറങ്ങിയ സിനിമകൾ പരിശോധിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചിത്രം പൂർണ്ണതയിൽ തെളിഞ്ഞു വരുന്ന സിനിമ ഒന്നേ ഉള്ളൂ, നന്ദനം. നവ്യ നായർ, പൃഥ്വിരാജ് എന്നിവരെ മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച സിനിമ കൂടിയാണിത്. വർഷങ്ങൾക്കിപ്പുറം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പേരിൽ പൃഥ്വിരാജ് ചിത്രം വന്നെങ്കിൽ പോലും യഥാർത്ഥ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചെടുത്ത ചലച്ചിത്രം എന്ന ക്രെഡിറ്റ് നന്ദനത്തിന് എക്കാലത്തുമുണ്ടാകും. ബാലാമണി എന്നായിരുന്നു നവ്യയുടെ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര്. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് കലാതിലകമായി സിനിമയിലേക്കെത്തിയ നവ്യ ബാലാമണി എന്ന പക്വതയുള്ള കഥാപാത്രം കൈകാര്യം ചെയ്തത്. എന്റെ കൃഷ്ണ എന്ന് നവ്യ നന്ദനത്തിൽ മാത്രമല്ല മനസ്സിൽ തട്ടി വിളിച്ചത്. ജീവിതത്തിലും ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് നവ്യ നായർ. ജീവിതത്തിനും കരിയറിനും വഴിത്തിരിവായ നന്ദനം സിനിമയുടെ ആ ഓർമ്മയായി നവ്യ ഇടയ്ക്കിടെ ഗുരുവായൂർ അമ്പലനടയിൽ എത്താറുണ്ട്. ഇക്കുറി വീണ്ടും നവ്യ അവിടെ എത്തിയപ്പോൾ ഒരു ആരാധകൻ താരത്തെ അമ്പല പരിസരത്ത് വെച്ച് കാണുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഇക്കുറി നവ്യയുടെ കൂടെ നടക്കാനും കൈപിടിക്കാനും എല്ലാം പ്രിയപ്പെട്ടവരായ കുടുംബാംഗങ്ങളുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നവ്യയുടെ അമ്മ വീണയുടെയും അനുജൻ രാഹുലിന്റെയും പിറന്നാൾ ഇവർ ഒന്നിച്ചാഘോഷിച്ചത്. കണ്ണൻ എന്നാണ് നവ്യ അനുജനെ വിളിക്കുക. നവ്യയും അച്ഛനും അമ്മയും അനുജനും മകനും കൂടാതെ അവർക്ക് വേണ്ടപ്പെട്ട കുറച്ചുപേർ കൂടി ഒത്തുചേർന്ന പിറന്നാളാഘോഷമാണത്. ജന്മദിനത്തിലായിരിക്കണം നവ്യയും അമ്മയും സഹോദരനും മകനും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ തീരുമാനിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്ന ദൃശ്യത്തിൽ നവ്യയുടെ കൈപിടിച്ച് ഒരു കൊച്ചുകുട്ടി എന്ന പോലെ അനുജൻ രാഹുലുണ്ട്. മകൻ സായികൃഷ്ണയെ പൂർണ്ണമായും കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു ഭാഗത്ത് സായിയുടെ ഒരു ചെറിയ ദൃശ്യം കാണാൻ സാധിക്കും. നവ്യയ്ക്കും അനുജനും പിന്നാലെ നടന്നു വരുന്ന അമ്മയാണ് ദൃശ്യത്തിൽ കാണുന്ന മറ്റൊരാൾ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് നവ്യ നായർ സ്വന്തം വീടിന്റെ മുകൾ നില തന്റെ നൃത്തവിദ്യാലയമാക്കി മാറ്റിയത്. മാതങ്കി എന്നാണ് നവ്യയുടെ ഡാൻസ് സ്കൂളിന്റെ പേര്. ഇവിടെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പ്രായഭേദമില്ലാതെ നിരവധി പേർ നവ്യയുടെ ശിഷ്യഗണങ്ങളായി എത്തിച്ചേരുന്നുണ്ട്. നവ്യ മകൻ സായികൃഷ്ണയെയും അത്യാവശ്യം ക്ലാസിക്കൽ നൃത്തം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാതങ്കിയുടെ താങ്ങും തണലുമായി നവ്യ നായരുടെ അച്ഛൻ രാജുവും അമ്മ വീണയും സദാസമയവും കൂടെയുണ്ട്. വീടിനോട് ചേർന്നുള്ള നൃത്തവിദ്യാലയമായതിനാൽ നവ്യയ്ക്ക് തന്റെ ശ്രദ്ധ പതിപ്പിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് വേണ്ടിവരുന്നുമില്ല. ഇതിനിടെ നൃത്തപരിപാടികളും സിനിമാ അഭിനയവും എല്ലാം തകൃതിയായി നടന്നു പോകുന്നുണ്ട്. അടുത്തതായി പാതിരാത്രി എന്ന സിനിമയാണ് നവ്യയുടേതായി തിയേറ്ററിൽ വരാനിരിക്കുന്നത്. സൗബിൻ ഷാഹിറാണ് ഈ ചിത്രത്തിലെ നായകൻ. പുഴു എന്ന സിനിമയുടെ സംവിധായകൻ രത്തീന വീണ്ടും സംവിധായകരുടെ മേലങ്കി അണിയുന്ന സിനിമയാണിത്. ഇക്കൊല്ലം ജൂൺ മാസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത്. പോയ വർഷം പുറത്തിറങ്ങിയ ജാനകി ജാനിയാണ് നവ്യയുടേതായി റിലീസ് ചെയ്യപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സിനിമ. സുരേഷ് ഗോപി ചിത്രം വരാഹം നവ്യ നായർ കൂടി അഭിനയിക്കുന്ന ചിത്രമാണ്.